അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 2 ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 4 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി ആരാണ്? ഇവിടെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ആമിന ബീവി, സുവൈബത്തുൽ അസ്ലമിയ്യ, ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. ഇതിൽ ആരാണ്? ഹലീമ ബീവി റളിയല്ലാഹു അൻഹ. ഹലീമ റളിയല്ലാഹു അൻഹയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 4 വയസ്സ് വരെ വളർത്തിയത്. ഇനി അടുത്തത്, കുടുംബബന്ധം പുലർത്തിയാൽ രോഗം വർദ്ധിക്കും, ആയുസ് വർദ്ധിക്കും, സമ്പത്ത് കുറയും. ആയുസ് വർദ്ധിക്കും. ഉമ്മ വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ് എത്ര വയസ്സായിരുന്നു? 4, 5, 6 എത്രയാ? 6 വയസ്സ്. അന്ത്യനാളിൽ കൊഴിഞ്ഞു വീഴും. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. സാഗരങ്ങൾ, താരങ്ങൾ, പർവ്വതങ്ങൾ. ഏതാണ് കൊഴിഞ്ഞു വീഴുക? താരങ്ങൾ, നക്ഷത്രങ്ങളാണ്. അബൂലഹബ് മോചിപ്പിച്ച അടിമ സ്ത്രീ ഹലീമ റളിയല്ലാഹു അൻഹ, സുവൈബത്തുൽ അസ്ലമിയ്യ, ഉമ്മു ഐമൻ. ഇവിടെ സുവൈബത്തുൽ അസ്ലമിയ്യയാണ് അബൂലഹബ് മോചിപ്പിച്ച അടിമ സ്ത്രീ, സുവൈബത്തുൽ അസ്ലമിയ്യ. ഇനി അടുത്തത്, മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത് എന്താണ്? ചീത്ത സംസാരം, അതുപോലെ ഭക്ഷണം, ഉറക്കം. ഏതാണ്? ചീത്ത സംസാരമാണ് മനുഷ്യരെ കൂടുതലായി നരകത്തിലെത്തിക്കുന്നത്. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ വറ്റിപ്പോയ തടാകം സാവ, ബുസ്റ, സിറാത്ത്. അപ്പൊ ഏതാണ്? സാവ തടാകമാണ് വറ്റിപ്പോയത്. ഇനി ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ ഒരു സൂറത്ത് ഇഖ്ലാസ്, സൽസല, അൽ ഫീൽ. ഇവിടെ ഏത് സൂറത്താണ്? അസ്സൽസല, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇനി അടുത്തത്, യാ അബതിഫ് അൽ മാ തുഉമർ. ഇത് പറഞ്ഞതാര്? യാ അബതിഫ് അൽ മാ തുഉമർ. ഇത് പറഞ്ഞതാരാ? ഇസ്മായിൽ അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഇസ്മായിൽ അലൈഹിസ്സലാം ആണ് ഇത് പറഞ്ഞത്. ഇനി അവസാനത്തത്, അദ്ദേഹം ഡോക്ടറാണ്. അതിന്റെ അറബിയാണ് ഹുവ സഈദുൻ, ഹുവ സദീഖുൻ, ഹുവ തബീബുൻ. അതിലേതാണ് ശരിയായത്? ഹുവ തബീബുൻ. 20ലാണ് ഇതിന് ആൻസർ ചെയ്യേണ്ടത്. അങ്ങനെ കറക്റ്റ് ആക്കിയാൽ 20 മാർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നേടാൻ പറ്റും. ഇനി അടുത്തത്, ചേരുംപടി ചേർക്കാം. ഇവിടെ ഉള്ളതിന് യോജിച്ചത് ഈ 2ാമത്തെ ഭാഗത്ത് നിന്ന് എടുത്തെഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, അൽ ഗുലാമുൽ ഹലീം. അതിന് യോജിച്ചത് ഇവിടെ നിന്ന് എഴുതണം. അൽ ഗുലാമുൽ ഹലീം എന്ന് പറയുമ്പോൾ നമ്പർ ഇട്ട് കൊടുത്താലും മതി. ഇവിടെ ABCD എന്നുള്ള നമ്പറിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഇവിടെ അതിനനുസരിച്ച് ഏത് നമ്പറാണോ വരുന്നത്, ഏത് അക്കമാണോ വരുന്നത്, അത് ഇവിടെ എഴുതിയാൽ മതി. അപ്പോൾ അൽ ഗുലാമുൽ ഹലീം എന്ന് പറഞ്ഞാൽ എന്താ? സഹനമുള്ള മകൻ എന്നാണ് അർത്ഥം. സഹനമുള്ള മകൻ. അപ്പൊ D അല്ലേ സഹനമുള്ള മകൻ. അപ്പൊ ഇവിടെ D എന്ന് എഴുതി കൊടുത്താൽ മതി. ഇനി അടുത്തത്, താലിബുൽ ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദ്യയെ തേടുന്നവൻ, അതാണ് വിദ്യാർത്ഥി. അപ്പൊ ഇവിടെ C എന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത്, ഖൈറുൽ ബഷർ, മനുഷ്യരിൽ ഏറ്റവും ഉത്തമർ. ഇതാ ഈ 7ാമത്തെ ഓപ്ഷനാണ് ഇവിടെ എഴുതേണ്ടത്, ഖൈറുൽ ബഷർ. ഇനി അടുത്തത്, ഫുർസത്തുൻ സഈദ, നല്ല അവസരം. ഫുർസത്തുൻ സഈദ, ഇതാ B, നല്ല അവസരം. അപ്പോൾ B എന്ന് ഇവിടെ എഴുതി കൊടുക്കുക. ഇനി ഒന്നല്ലുള്ളൂ ബാക്കി. ഖാതിഉ റഹിമിൻ, എന്താണ്? കുടുംബബന്ധം മുറിച്ചവർ. അപ്പോൾ ഇവിടെ A എന്ന് എഴുതി കൊടുക്കുക. ഈ രൂപത്തിലാണ് നമ്മളിവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്തത് പൂരിപ്പിക്കാനാണ്. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡാഷ് എന്ന് വിളിച്ചു. അപ്പൊ അവിടെ നമ്മൾ എന്താ ചേർത്ത് കൊടുക്കേണ്ടത്? മുത്തുനബിയെ എല്ലാവരും വിളിച്ചത് എന്താണ്? അൽ അമീൻ എന്നാണ് വിളിച്ചത്. അപ്പൊ ഇവിടെ അൽ അമീൻ എന്ന് എഴുതി കൊടുക്കണം. അൽ അമീൻ. ഇനി അടുത്തത്, കുടുംബബന്ധം ഡാഷ് നമ്മുടെ കടമയാണ്. അപ്പൊ കുടുംബബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. അപ്പൊ ഇവിടെ പുലർത്തൽ എന്ന് എഴുതി കൊടുക്കണം. ഇനി അടുത്തത്, മഹ്ശറിൽ സജ്ജനങ്ങൾക്ക് ഡാഷ് കയ്യിൽ കിതാബ് ലഭിക്കും. ഏത് കയ്യിലാണ് നല്ല ആളുകൾക്ക് കിതാബ് കൊടുക്കുക? വലത് കയ്യിൽ. അപ്പൊ ഇവിടെ വലത് എന്ന് എഴുതി കൊടുക്കണം, വലത്. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ ഡാഷ് മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി. എത്ര മലക്കുകളാ?
2 മലക്കുകൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെഞ്ച് പിളർത്തിയ സംഭവമൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ 2 മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി. ഇനി അടുത്തത്, കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ ഡാഷ് ലഭിക്കുകയില്ല. കുടുംബബന്ധം മുറിച്ചവർക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം. അപ്പൊ ഇവിടെ അനുഗ്രഹം എഴുതി കൊടുക്കുക. അനുഗ്രഹം ലഭിക്കുകയില്ല. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണത്. ഇനി അടുത്തത്, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏത് ദിവസമാ? തിങ്കളാഴ്ചയാണ്. അപ്പൊ തിങ്കളാഴ്ച എന്ന് എഴുതി കൊടുക്കുക. അൽ അമാന എന്ന വാക്കിന്റെ അർത്ഥം, അമാനത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താ? വിശ്വസ്തത എന്നുള്ളതാണ് അമാനത്ത് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ വിശ്വസ്തത എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, ഹലീമ ബീവിയുടെ പിതാവിന്റെ പേര്. ഹലീമ ബീവിയുടെ പിതാവിന്റെ പേരെന്താണ്? ദുഐബിന്റെ മകൾ ഹലീമ. അപ്പൊ ദുഐബ് എന്നാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ദുഐബ്. ഇനി അടുത്തത്, അന്ത്യനാളിന് പറയുന്ന മറ്റൊരു പേര് യൗമുൽ ഖിയാമ. അന്ത്യനാളിന്റെ മറ്റൊരു പേര് യൗമുൽ ഖിയാമ. ഇനി നബിമാരുടെ അനന്തരാവകാശികൾ ആരാണ് നബിമാരുടെ അനന്തരാവകാശികൾ? പണ്ഡിതന്മാരാണ്. അപ്പൊ പണ്ഡിതന്മാർ എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇനി അടുത്തത്, വാചകത്തിലാണ് ഇവിടെ ഉത്തരം എഴുതേണ്ടത്. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഒന്നാമത്തെ ചോദ്യം, അബൂജഹലിന്റെ ഒട്ടകം നടക്കാൻ തയ്യാറായില്ല. കാരണം എന്താ? നമ്മൾ ആ സംഭവം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂജഹൽ പിന്നിലാണ് ഇരുത്തിയത്. അതുകൊണ്ട് എന്ത് ചെയ്തില്ല? ആ ഒട്ടകം നടന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫ്രണ്ട് ഇരുത്തിയപ്പോഴാണ് ആ ഒട്ടകം നടന്നത്. അപ്പൊ ഇവിടെ എന്താ എഴുതേണ്ടത്? അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നിൽ ഇരുത്തിയ കാരണത്താൽ. അടുത്തത്, കുടുംബബന്ധം പുലർത്താനുള്ള 2 മാർഗങ്ങൾ. കുടുംബബന്ധം പുലർത്തിയാൽ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ അങ്ങനെ കുടുംബബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന കുടുംബബന്ധം പുലർത്താൻ ഉള്ള 2 മാർഗങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. എന്തൊക്കെയാ നമുക്ക് പറ്റുക? ഒന്ന്, കുടുംബക്കാരെ സന്ദർശിക്കുക. അതുപോലെ അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ കുടുംബക്കാരെ സന്ദർശിക്കുക, അവർക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യുക എഴുതാം. ഇനി അടുത്തത്, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ഓർത്താണ് രാത്രി മുഴുവൻ കരഞ്ഞത്? എന്താണ്? ലോകാവസാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. ഇദാ സുൽസിലത്തിൽ അർദു സുൽസാലഹ എന്നുള്ള സൂറത്ത് പിന്നെ നിസ്കാരത്തിൽ കേട്ടല്ലോ ഇമാം ഓതുന്നത്. അതിനുശേഷം ഭയങ്കര കരച്ചിലാണെന്നൊക്കെ പറഞ്ഞ സംഭവം പറഞ്ഞിരുന്നല്ലോ. അപ്പൊ എന്തായിരുന്നത്? ലോകാവസാനത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിനാൽ ഹലീമ ബീവിയുടെ വീട്ടിലുണ്ടായ ഒരു ബറക്കത്ത്. കുറേ ബറക്കത്തുകളുണ്ട് അല്ലെ? നബി തങ്ങൾ ഹലീമ ബീവിയുടെ വീട്ടിലേക്ക് വന്നതോടുകൂടെ എത്രയോ അനുഗ്രഹങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്ന് എഴുതിയാൽ മതി. എന്താണ്? ക്ഷീണിതയായ ഹലീമ ബീവിക്ക് ഉന്മേഷം കൈവന്നു. ഹലീമ ബീവി അല്ലെ, അന്ന് വിശപ്പിന്റെയും ഒക്കെ ഒരു സമയമായിരുന്നു. അപ്പൊ ഒന്നുമില്ലാതെ പ്രയാസപ്പെട്ടിരുന്നു. മുലയിലെ പാല് പോലും പറ്റിയ ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നതോടുകൂടെ ഹലീമ ബീവിക്ക് ഉന്മേഷം വന്നു. അത് എഴുതാം. അല്ലെങ്കിൽ ഹലീമ ബീവിയുടെ മൃഗങ്ങൾക്ക് ഉന്മേഷം വന്നു. ആ വിഷയം ഒക്കെ എഴുതാം. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഗീബത്ത് പറയാൻ പറ്റൂല, നമീമത്ത് പറയാൻ പറ്റൂല, കളവ് പറയാൻ പറ്റൂല, പരിഹാസം, മറ്റുള്ളവനെ പരിഹസിക്കുക. ഇതൊന്നും നാവ് കൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇനി അടുത്തത്, ആരാണ് മുർസലുകൾ? അടുത്ത ക്വസ്റ്റ്യൻ, ആരാണ് മുർസലുകൾ? മുർസലുകൾ എന്ന് പറഞ്ഞാൽ ആരാ? നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. അപ്പൊ നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. ഇനി അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച 7-ാം ദിവസം സന്തോഷം പ്രകടിപ്പിക്കാൻ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? അഖീഖർത്തു അല്ലെ, ആടിനറുത്ത് മാംസം വിതരണം ചെയ്തു. ഇനി അടുത്തത്, ലിമൻ തളഉൽ മലായികതു അജ്നിഹതഹ. ആർക്കാണ് മലായികത്തുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക? ഇൽമു പഠിക്കുന്നവർക്ക്, താലിബുൽ ഇൽമിന്, വിദ്യാർത്ഥികൾക്ക്, ഇവർക്കാണ് മലായികത്ത് അവരുടെ ചിറകുകൾ താഴ്ത്തി കൊടുക്കുക. ഇതാണ് ദുറൂസുൽ ഇസ്ലാമിന്റെ 2-ാം ഭാഗം അല്ലെ, 3-ാം ക്ലാസ്സിലെ ദുറൂസിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികളൊക്കെ നല്ല രൂപത്തിൽ പഠിക്കുക. ഉന്നതമായ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.